അനിലിലേക്ക്. അനിലക്കര, ഇപ്പോൾ മുകേഷിന്റെ കാര്യത്തിൽ സുരേഷ് ഗോപിയുടെ പ്രതികരണം എന്തായിരുന്നു എന്ന് കണ്ടു. സുരേഷ് ഗോപി അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ച കാര്യത്തിൽ അനിലക്കര തന്നെയാണ് അതിൽ പോലീസിനെ സമീപിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായിരിക്കാം സുരേഷ് ഗോപിയെ അങ്ങനെ പ്രതികരിക്കാൻ പ്രേരിപ്പിച്ചെന്നാണ് താങ്കൾ കരുതുന്നത്? ഇവിടെ വളരെ സമയമെടുത്തും വളരെ ബുദ്ധിമുട്ടിയുമാണ് BJPയുടെ പ്രതിയായ ഡോക്ടർ പ്രമീള ദേവി സുരേഷ് ഗോപിയെ ന്യായീകരിക്കാൻ ശ്രമിച്ചത്. ഇപ്പോൾ അതൊരു ബാധ്യതയായി കേരളത്തിലെ BJP നേതാക്കന്മാർക്ക്, BJP സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സുരേഷ് ഗോപി ഒരു ബാധ്യതയായി എന്നുള്ളത് ഇന്നത്തെ വാർത്താ ചാനലുകളിലെ ചർച്ചയിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഡോക്ടർ പ്രമീള ദേവി മറുപടി പറഞ്ഞ് ഈ ചർച്ചയിൽ നിന്ന് പോകാൻ പറ്റുള്ളൂ. കാരണം എന്താണ്, ഈ തൃശ്ശൂർ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങളൊരു വലിയ വാഗ്ദാനം നൽകിയിരുന്നു. ആ വാഗ്ദാനം എന്നുള്ളത് മോഡിയുടെ ഗ്യാരണ്ടിയാണ് ഒരു കേന്ദ്രമന്ത്രി തൃശ്ശൂരിനെന്നുള്ളത്. മോഡി നൽകിയ ഗ്യാരണ്ടിയാണ് സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രി. ആ കേന്ദ്രമന്ത്രി ഇവിടെ വന്ന് സ്ത്രീപീഡന കേസിൽ, ബലാത്സംഗ കേസിൽ, പിന്നെ അമ്മമാരെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലൊക്കെ പ്രതിയായ ഒരാളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഈ മോഡി നൽകിയ ഗ്യാരണ്ടിയുടെ ഒരു പ്രൊഡക്റ്റാണോ? അത് കൃത്യമായൊരു മറുപടി BJP പ്രതിനിധി പറയണം. രണ്ടാമത് ഇവിടെ പറഞ്ഞല്ലോ, ഈ പറയുന്ന വിഷയത്തിൽ CPM എടുക്കുന്ന അതേ നിലപാടാണ് സുരേഷ് ഗോപിക്ക് എന്നുള്ളത്. അതിന് വ്യത്യസ്തമായ അഭിപ്രായം എടുക്കാൻ കഴിയില്ല. BJP CPM അന്തർധാരയുടെ ഒരു പ്രൊഡക്റ്റാണ് സുരേഷ് ഗോപി എന്നുള്ളത്. രണ്ടാമത്തെ പ്രൊഡക്റ്റായി നമുക്ക് വേണമെങ്കിൽ കാണാം. ഇവിടെ സുരേഷ് ഗോപി എന്തിനാണ് പ്രകോപിതനായത്? അന്ന് 27 രാവിലെ ആദ്യത്തെ ചോദ്യം, മുകേഷുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ സുരേഷ് ഗോപി എന്താണ് പറഞ്ഞത്? ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് മാധ്യമപ്രവർത്തകരുടെ തീറ്റയാണ്, ആ തീറ്റ വിറ്റ് നിങ്ങൾ കാശാക്ക് എന്ന് മോഡിയുടെ ഗ്യാരണ്ടിയാണ് പറയുന്നത്. BJPക്ക് അതിനകത്ത് ആ BJP മോഡിയുടെ ഗ്യാരണ്ടിയുടെ ഉത്തരവാദിത്വം BJP ഏറ്റെടുക്കണ്ടേ? അത് കഴിഞ്ഞ് രാമനിലയത്തിൽ വന്നപ്പോൾ കാറിൻ്റെ പിറകിൽ നിന്ന മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും മീഡിയ വണ്ണിലെ അഖിൽ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തത് നമ്മളൊക്കെ കണ്ടതാണ്. അപ്പോൾ ആ വിഷയത്തിൽ സുരേഷ് ഗോപിയെ ഈ മോഡിയുടെ ഗ്യാരണ്ടി മാധ്യമപ്രവർത്തകരെ തല്ലാൻ വിട്ടെന്നാണോ മോഡിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത്? എന്താണ് ഇതിൻ്റെ ചേതോവികാരം? ഞാൻ നിയമസഭയിലുണ്ടായിരുന്ന ഒരാളാണ്. ഞാൻ ഈ വിഷയം ഉണ്ടാകുന്ന സമയത്ത് നിയമസഭയിലുണ്ടായിരുന്ന ആൾ. ഇതിൻ്റെ തുടക്കം അറിയാലോ, തൃശ്ശൂരിലെ ഒരു നടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് തുടക്കമുണ്ടാകുന്നത്. ശ്രീ PT തോമസിൻ്റെ കൃത്യമായ നിലപാടാണ് ഇതുവരെ ഈ വിഷയത്തിലേക്ക് എത്തിച്ചത്. അപ്പോൾ സ്വാഭാവികമായും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് വളരെ കൃത്യമായി പല കാര്യങ്ങൾ അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ആ സൂചനയിലേക്ക് കടന്നു വരുമ്പോൾ അത് സുരേഷ് ഗോപി മുകേഷിനൊപ്പം പങ്കാളിയാണോ, കൂട്ടുപ്രതിയാണോ? ഈ വിഷയത്തിൽ സുരേഷ് ഗോപിക്ക് ഈ മൂടി വച്ചിരിക്കുന്ന പേരുകളിൽ സുരേഷ് ഗോപിയുടെ പേരുണ്ടോ എന്ന സംശയങ്ങളൊക്കെ പൊതുസമൂഹത്തിന് മുന്നിൽ വരികയാണെന്നേ. ഇവിടെ BJP MP ആയ സുരേഷ് ഗോപി CPM MLAക്ക് വേണ്ടി വക്കാലത്തെടുക്കുന്നു. ആ വക്കാലത്ത് എടുത്തതിൻ്റെ പേരിൽ കാരാട്ട് MLA, മുൻ MLA കാരാട്ട് MLA സുരേഷ് ഗോപിയെ പ്രകീർത്തിക്കുന്നു, ബിഗ് സല്യൂട്ട് അടിക്കുന്നു. അപ്പോൾ ഇതെന്താണ് നമുക്ക് മനസ്സിലാകുന്നത്? ഇത് വളരെ കൃത്യമാണ്. ഈ വിഷയത്തിൽ ഇതിനകത്ത് സുരേഷ് ഗോപി പങ്കാളിയാണ് എന്നുള്ള സംശയം ഓരോ ദിവസവും ബലപ്പെടുകയാണ്. അതല്ലെങ്കിൽ മോഡിയുടെ ഈ ഗ്യാരണ്ടി ഇത് റോൾഡ് ഗോൾഡാണ്, ഞങ്ങൾ ഈ ഗ്യാരണ്ടി പിൻവലിച്ചിരിക്കുന്നു, ഇനി മുതൽ ആ ഗ്യാരണ്ടി ഇല്ല, മോഡിയുടെ ഗ്യാരണ്ടി ഇല്ല എന്ന് BJP പറയണം. കേരളത്തിലെ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത്, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാനലുകളെ കേസിൽപ്പെടുത്താൻ ശ്രമിച്ചത്, അത് BJPയുടെ നിലപാടല്ല എന്ന് പറയാൻ BJPക്ക് ചങ്കൂറ്റമുണ്ടോ? അതാണ് എൻ്റെ ചോദ്യം. കേരളത്തിലെ മാധ്യമപ്രവർത്തകർ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഈ സ്പേസ് എന്ന് പറയുന്നത് മീഡിയ റിപ്പോർട്ടിൻ്റെ സ്പേസാണ്. ഈ റിപ്പോർട്ടിൽ വന്ന് നമ്മൾ ചർച്ച ചെയ്യാണ്. ആ BJPയുടെ പ്രതിനിധി ഒരു കുലുക്കവുമില്ലാതെ ചർച്ച ചെയ്യുമ്പോൾ BJPയുടെ പ്രതിനിധി റിപ്പോർട്ടിനെതിരെ കേസ് കൊടുത്തു വന്ന് ചർച്ച ചെയ്യാൻ കഴിയുന്ന സ്വാതന്ത്ര്യമുള്ളൊരു നാട്ടിലിരിക്കുമ്പോൾ അത് സുരേഷ് ഗോപി BJPയുടെ ഈ പറയുന്ന വിഷയത്തിൽ നിലപാടല്ല എന്ന് മാത്രമല്ല, ആ നിലപാട് ഈ കേസ് പിൻവലിപ്പിക്കാനുള്ള ചങ്കൂറ്റം BJPയുടെ നേതൃത്വത്തിനുണ്ടോ? അങ്ങനെയാണ് കാണിക്കേണ്ടത്. അല്ലെങ്കിൽ മോഡിയുടെ ഗ്യാരണ്ടി നിങ്ങൾ പിൻവലിക്കണം. Debate with Smriti Parithikad.